കഴിഞ്ഞ വീഡിയോ നിർത്തിയോടത്ത് നമുക്ക് തുടങ്ങാം. നമ്മൾ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് നാട്ടിൽ പോകാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ തവണയും ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം ലഗേജ് ആണ്. ഇത്തവണ എന്തോ എൻ്റെ ലഗേജ് കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു. നമ്മുടെ സ്ട്രോളറിനെ നമുക്ക് ഫ്ലൈറ്റിലോട്ട് കയറുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കളക്ട് ചെയ്യാം. അങ്ങനെ ചെക്ക് ഇൻ കഴിഞ്ഞ്, സെക്യൂരിറ്റി കഴിഞ്ഞ്, ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും യുവിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല വെളിച്ചും ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടൊരു ഞെട്ടലാണ് കേട്ടോ യുവിയുടെ കണ്ണില്. 2 വയസ്സിന് താഴെയുള്ള ബേബീസിന് ബോർഡിംഗ് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മളാണെന്ന് ഫ്ലൈറ്റിൽ ഏകദേശം ആദ്യം കയറുന്നത്. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടി കാർ സീറ്റിനും സ്ട്രോളറിനും നമ്മളൊരു കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാൻ. പക്ഷെ അതിവിദഗ്ധമായത് മറന്നത് കാരണം ഇനി വരുന്നോടത്ത് വെച്ച് കാണാം. അങ്ങനെ ബോർഡിംഗ് കഴിഞ്ഞു. നമ്മൾ ഇനി ഒമാനിലോട്ട് പറന്നു പൊങ്ങാൻ പോവുകയാണ്. എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. ഇത് യുവിക്ക് വാങ്ങിയതാട്ടോ, ഇയർ പ്രൊട്ടക്ഷൻ ഹെഡ്ഫോൺസ്. ഈ ക്യാബിൻ നോയ്സും എഞ്ചിൻ സൗണ്ടും ഒന്നും അധികം കേൾക്കാതിരിക്കാൻ. പക്ഷെ ഇവൻ ഇത് ചെവിയിൽ തൊടിയിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ വാഷ്റൂമിൽ ഈ ഒരു ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ കാണും. ഇന്ന് ഞാൻ അധികം ഇവിടെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഡയപ്പർ മാറ്റി പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോൾ യുവി ചെറുതായി ഒരു ശാന്ത സ്വഭാവത്തിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇനി ഇവനെ ഉറക്കി നമ്മളും കുറച്ചേരം ഉറങ്ങുമ്പോഴൊക്കെ ഒമാൻ എത്തുമായിരിക്കും. യുവി പൊതുവെ വിഷ്ണുവിനെ പോലെ ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് ഫ്ലൈറ്റിൽ വലിയ കരച്ചിലും ഒച്ചയെടുക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒമാൻ സമയം രാവിലെ 6 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്തു. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഡൽഹി ആവുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ലഗേജ് കളക്ട് ചെയ്യാനൊന്നുമില്ല. കുറച്ചേരം ഉറങ്ങി ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കാനാവും. ഫുഡിന് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒമാൻ കോഫി, നല്ല അടിപൊളി ഡേറ്റ്സ്, പിന്നെ ഓംലെറ്റ്, ലാം കബാബ്, ഫ്രഞ്ച് ടോസ്റ്റ്, കോഫി, അങ്ങനെയൊക്കെ കുറച്ച് എന്തൊക്കെയോ കഴിച്ച് നമ്മൾ 3 പേരും ഒന്ന് ഫ്രഷ് ആയി. ഞാനും യുവിയും കുറച്ചേരം ഇവിടെ സ്ലീപ്പിംഗ് റൂമിൽ ഒന്ന് പോയി കിടന്നുറങ്ങി. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നേ. ഫ്ലൈറ്റ് ഒരു 1.5 മണിക്കൂർ ഡിലേഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് കാലിക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ് കിട്ടുമെന്ന് സംശയമാണ്. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.